ഇൻഷോട്ടിൽ എഡിറ്റ് ചെയ്യാൻ അറിയില്ല. അതേപോലെ ഇൻഷോട്ടിൽ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുക, വീഡിയോ എഡിറ്റ് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ അറിയാനല്ലേ വന്നത്. നിങ്ങൾ മനസ്സിൽ കണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ക്ലിയർ ആയിട്ട്. മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് അറിയാം, സ്കിപ്പ് ചെയ്യാതെ കാണുന്നില്ല. നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി പോകും. ഇപ്പൊ ചെറിയ 2 വേർഡ് കേട്ടിട്ട് ആ വേർഡ് കേട്ടിട്ട് എന്താ പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് നോക്കുക. അപ്പൊ എന്ത് ചെയ്യുക, ഞാൻ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മൊത്തമായിട്ട് കാണും. അന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, എഡിറ്റ് ചെയ്യാം. മറ്റേ ഇരിക്കുന്നതിന് മുന്നേ നമ്മുടെ കാലം തെറ്റിയാൽ എങ്ങനെ ഉണ്ടാവും, നമുക്ക് പഠിക്കാനാവില്ലല്ലോ. ഇപ്പൊ പ്രത്യേകിച്ച് ഇത് പറയാനുള്ള കാരണം എന്താ അറിയോ, ഇപ്പോൾ യൂട്യൂബിലും മറ്റും സോഷ്യൽ മീഡിയയിലൊക്കെ ക്രിയേറ്റേഴ്സ് ഒരുപാട് വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ പുതിയ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കുക. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈ എഡിറ്റ് ഒക്കെ എങ്ങനെയാണ് ചെയ്യുക, അതേപോലെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇൻഷോട്ട് ആപ്പാണ്. ആ ഇൻഷോട്ട് ആപ്പിൽ എങ്ങനെയാണ് എഡിറ്റ് കറക്റ്റായിട്ട് ചെയ്യാന്നുള്ളത് ഒരു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എൻ്റെ ഫോൺ സ്ക്രീൻ റെക്കോർഡിങ്ങിലൂടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കാന്നല്ല. നമ്മളിപ്പോൾ പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോയി പിന്നെ അത് ശരിയില്ല എടുത്ത് അങ്ങനെ ഇതാക്കിയിട്ട് കാര്യമില്ല. നമ്മൾ ഏതെങ്കിലും ഒന്ന് കാണുകയാണെങ്കിൽ അത് ക്ലിയർ ആയിട്ട് മൊത്തമായിട്ട് കണ്ടു നോക്കുക. ചിലപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, പല വീഡിയോയിലൊക്കെ പ്രശ്നങ്ങളുണ്ട്. തുടക്കക്കാർക്കൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടാണത്. അപ്പൊ അതൊക്കെ ഒന്ന് കണ്ണടച്ചിട്ട് കാണാൻ ശ്രമിക്കുക, സപ്പോർട്ട് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് നൈസായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഇപ്പൊ എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതെല്ലാം ഇങ്ങനെ പറഞ്ഞ് നമ്മൾ ഓർമ്മിപ്പിക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ നിങ്ങൾ മറക്കരുത് കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു തരിക. ഒരുപാട് കാര്യം പറഞ്ഞിരുന്നു, നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഇൻഷോട്ട് ആപ്പ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. യൂട്യൂബ് ക്രിയേറ്റേഴ്സിനെ വളരുന്നതിന് വേണ്ടിയിട്ടുള്ള യൂട്യൂബ് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ എൻ്റെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെയുള്ള നമ്പർ കൊടുക്കുന്നത് അത് ചോദിക്കാവുന്നതാണ്. വാട്സപ്പിൽ ഫ്രീ ആകുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മറുപടി നൽകുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് ഈ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇൻഷോട്ട് ആപ്പ് ഓപ്പൺ ചെയ്യാം. ഇൻഷോട്ട് ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റിൽ നമുക്ക് കാണും ഇങ്ങനെയാണ് കേട്ടോ. ഇതിലിപ്പോൾ നമുക്ക് വീഡിയോ ആണ് എഡിറ്റ് ചെയ്യേണ്ടത്. അതേപോലെ ഫോട്ടോ എഡിറ്റ് ചെയ്യേണ്ടത് ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇനി ഫോട്ടോ എങ്ങനെ എഡിറ്റ് ചെയ്യേണ്ടതുള്ളത് അതെടുത്ത് കാണാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് വീഡിയോൻ്റെ നോക്കാം. വീഡിയോ ഓപ്പൺ ചെയ്യാം. ഇത് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചേണ്ടതുള്ളത് കൊണ്ടാട്ടോ ഇങ്ങനെ കാണിക്കുന്നത്. നമ്മൾ പുതിയ എടുക്കുന്നതായത് കൊണ്ട് ന്യൂ എന്നുള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അതിന് ശേഷം ഏതെങ്കിലും ഒരു ഒന്ന് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം താഴെ പച്ചതിൽ ടിക്ക് ചെയ്ത് കൊടുത്തു. ഇവിടെ ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ സ്ക്രീന് ഇപ്പോൾ നിൽക്കുന്നത് 16:9 നിൽക്കുന്നത്. അത് ഈ ഫസ്റ്റ് തന്നെ ക്യാൻവാസ് എന്ന് പറഞ്ഞതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ക്രീൻ നമുക്കിനി യൂട്യൂബ് ഷോർട്ട് ആയിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യും, 9:16 ആക്കുക. നമ്മൾ ഷോർട്ട് ചെയ്യുമ്പോൾ 9:16 നമ്മൾ വെക്കാറ്. അതേപോലെ നമ്മൾ ലോങ് വീഡിയോ ആണെങ്കിൽ നമ്മൾ 16:9 വെക്കുന്നത് യൂട്യൂബിൽ കേട്ടോ. അതേപോലെ ടിക്ടോക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ ഏകദേശം 9:16 ഇതൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഏതാണ് നിങ്ങൾ വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക, വേറെ ഈ ക്യാൻവാസിന് നേരെ തന്നെ കാണാൻ ടിക്ക്, ആ ടിക്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ആഡ് ചെയ്ത വീഡിയോ ഇതാണ്. നിങ്ങളിപ്പോൾ ഈ രണ്ടാമത്തെ നിങ്ങൾ കാണുന്നില്ലേ, ക്യാൻവാസ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം ഓഡിയോ. ഈ ഓഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് നമ്മുടെ ഫോണിലുള്ള മ്യൂസിക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഇൻഷോട്ട് തന്നെ നമുക്ക് കുറച്ച് മ്യൂസിക് തരുന്നുണ്ട്. അതിൽ നമ്മൾ ഈ ഫസ്റ്റ് കാണുന്ന മ്യൂസിക് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളെ ഇൻഷോട്ടിലുള്ള കുറച്ച് മ്യൂസിക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ നേരെ മറിച്ച് നിങ്ങളുടെ ഫോണിലുള്ള മ്യൂസിക്കാണ് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈ മ്യൂസിക് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു സോങ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഏതെങ്കിലും ഒന്ന് വേണമെങ്കിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതല്ല, ഇനി ഫ്യൂച്ചറായിട്ടുള്ള എഫക്റ്റ് ഉള്ള സൗണ്ട് കാര്യങ്ങളാണ്, അത് ഞാൻ കാണിച്ചു തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മ്യൂസിക് ആഡ് ചെയ്ത് എന്നതിന് ശേഷം നമ്മളൊന്ന് പ്ലേ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മ്യൂസിക്കിൻ്റെ വോളിയം കുറയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ മ്യൂസിക് വന്ന ഇതിനകത്ത് നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ടച്ച് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് എഡിറ്റ്, അതേപോലെ വോളിയം, സ്പ്ലിറ്റ്, ഡിലീറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നതാണ്. അപ്പോൾ വോളിയത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എത്രയാണോ വോയിസ് വേണ്ടത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് നമുക്ക് വെക്കാം. അതിന് ശേഷം ഇനി ഈ സ്പ്ലിറ്റ് എന്ന് കാണുന്നില്ലേ, ഈ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സംഭവം നമുക്ക് ഏകദേശം ഇവിടുന്ന് കുറഞ്ഞൊരു ഏരിയ കഴിഞ്ഞതിന് ശേഷമാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ വരെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇതിലൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഈ സ്പ്ലിറ്റ് എന്ന് പറയുന്നത് ഇതിലൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗം എന്തായി, ഈ ഭാഗം വേണമെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കണമെങ്കിൽ ആ ഡിലീറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യും. അപ്പോൾ അത്രയും ഭാഗം നമുക്ക് ഒഴിവായി കിട്ടും. പിന്നെ വേറൊരു കാര്യം കൂടി, നിങ്ങൾക്ക് ഏത് പോർഷനിലുള്ള മ്യൂസിക്കാണോ വേണ്ടത് വെച്ചാൽ ആ പോർഷൻ വരെയുള്ള എടുത്തിട്ട് അത് ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് ഒഴിവാക്കിയതിന് ശേഷം നമ്മുടെ ഈ മ്യൂസിക്കിൽ നിന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എവിടെയാണ് തുടങ്ങേണ്ടത് ആ രീതിയിലുള്ള ഒക്കെ ആക്കി മൂവ് വെക്കാൻ പറ്റുന്നത് കേട്ടോ. അത് അതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ടിക്ക് കൊടുക്കുക.
ഇത് കഴിഞ്ഞതിന് ശേഷം മൂന്നാമത്തെ നിങ്ങൾ കണ്ടില്ലേ സ്റ്റിക്കർ, ആ സ്റ്റിക്കറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിലൊക്കെ ചാനൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സെർച്ചിൽ ക്ലിക്ക് ചെയ്തിട്ട് സോഷ്യൽ എന്നുള്ള എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് കുറേ സ്റ്റിക്കർ ഉണ്ട്. നമ്മുടെ സബ്സ്ക്രൈബും അതേപോലെ മെസ്സേജും ലൈക്കും കാര്യങ്ങളിലുള്ള എല്ലാ സ്റ്റിക്കർ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതേപോലെ എഫക്റ്റ് കാര്യങ്ങൾ, ടെക്സ്റ്റ്, അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, അതൊക്കെ ഒന്ന് എടുത്തിട്ട് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. പിന്നെ അതേപോലെ ഇതിലൊരു പിക്ചറാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പിക്ചറിൻ്റെ ഇത് കാണാൻ അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നേരെ പ്ലസ് കൊടുക്കുക. പ്ലസ് കൊടുത്ത് നമ്മുടെ ഫോണിലുള്ള ഏതെങ്കിലും പിക്ചറാണ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, പിക്ചർ നമുക്ക് അവിടെ വരുന്നതായിരിക്കും. അതേപോലെ ഇതിൽ സ്ക്രോൾ ചെയ്ത് ഈ അരമാർക്കിൽ ഞെക്കി പിടിച്ചിട്ട് നമ്മളൊന്ന് ചെറുതാക്കി വലുതാക്കി ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഷോർട്ടാക്കിയിട്ട് വെക്കാം. അതേപോലെ അതിൽ തൊട്ടിട്ട് നമ്മൾ അങ്ങോട്ടും നീക്കി കഴിഞ്ഞാൽ അത് എവിടെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുവെക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ ഇതിൽ വേറെ ഒന്നുകൂടി പറയുള്ളൂ, ഇതിനിപ്പോൾ ഒരു ആനിമേഷൻ മോഡൽ ചെയ്യണം. നമ്മൾ ഈ പെൻസിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം നമ്മളിതാ ഈ അരമാർക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മേലോട്ടും താഴോട്ടും സൈഡിലേക്കും എങ്ങനെ വേണമെങ്കിലും ഒക്കെ നമുക്ക് പൊസിഷൻ ആക്കാം കേട്ടോ. അതിന് ശേഷം ടിക്ക് കൊടുക്കുക. പിന്നെ നമുക്ക് വേറെ ഒന്നുകൂടി ഇതിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്ഷൻ. ഇനിയിപ്പോൾ ഇതിനകത്ത് നമുക്കൊരു ക്യാപ്ഷൻ കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് നമുക്ക് ആഡ് ചെയ്യണം. ടെക്സ്റ്റ് പറഞ്ഞാൽ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇതിപ്പോൾ ഒരു ഓണത്തിൻ്റെ ഇതിനായിട്ടുള്ള ഒരു പിക്ചറാണ്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കട്ടെ. ഓക്കെ, ഞാൻ ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ ഇവിടെ കാണുന്നില്ലേ, ഇതിൽ ക്ലിക്ക് ചെയ്യാം. അത് കളർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് കളർ ഏത് വേണമെങ്കിലും വെക്കാൻ പറ്റുക. അതേപോലെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ബോർഡറോ ഇനി ഏത് രീതിയിൽ വേണമെങ്കിലും വെക്കുക. അതേപോലെ കളർ ലെൻസ് നമ്മൾ ക്ലാരിറ്റി കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യാം. ഇതിൽ ഈ ഓപ്ഷനിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ബോക്സ് ആക്കിയിട്ട് വെക്കണമെങ്കിൽ ലേബലിനുള്ളത് ക്ലിക്ക് ചെയ്താൽ നമുക്കൊരു ബോക്സ് പല മോഡലുള്ളതും വെക്കാം. കണ്ടോ. പിന്നെ കപ്പാസിറ്റി നമുക്ക് ക്ലാരിറ്റി കൂട്ടണമെങ്കിൽ അത് കൂട്ടുകയും ചെയ്യാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കുകയും ചെയ്യാം. ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ എഴുതിയതും നമുക്ക് ഇത് കണ്ടില്ലേ, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോർഷൻ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യാൻ പറ്റും. കണ്ടോ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ടിക്ക് കൊടുക്കുക. അതിനുശേഷം ഇത് നമുക്ക് ഇനി ഏതൊരു സൈഡിലാണ് വെക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അത് അതിൽ തൊട്ട് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കി കൊടുത്താൽ മതി. അതേപോലെ ചെറുതാക്കണമെങ്കിൽ ഈ ആരോയിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറുതാക്കി ഒക്കെ ചെയ്യാം. ഇനിയിപ്പോൾ ഇത് ഇവിടെയല്ല വേണ്ടത്, ഇനിയിപ്പോൾ കുറച്ച് ഇങ്ങോട്ടാക്കി വെക്കണം എന്നുണ്ടെങ്കിൽ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ നമുക്ക് എവിടെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവെക്കാം കേട്ടോ. അതേപോലെ ഇങ്ങനെ ഞെക്കി പിടിച്ചാൽ മതി. ഇനിയിപ്പം കുറച്ചുകൂടി ഇങ്ങോട്ട് നീക്കി കിട്ടണമെങ്കിൽ അതിൽ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ആ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇതാ ഇവിടെ ഈ ഇതിൻ്റെ നേരെ നിങ്ങൾ കാണുന്നില്ലേ, ഇതിൽ നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ മിറർ പോലെ എങ്ങനെ വേണമെങ്കിലും എത്ര വേണമെങ്കിലും ഒക്കെ കുറച്ച് കൊണ്ടുവരാം കേട്ടോ. അല്ല ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും വേറെ ഏത് ബാക്ക്ഗ്രൗണ്ട് പോലുള്ളതാണ് വെക്കണമെങ്കിൽ അതൊക്കെ ഇതിനകത്ത് അടിയിൽ താഴോട്ട് ഒക്കെ നീക്കിയാൽ കാണാം കേട്ടോ. നമുക്ക് ഒരുപാടുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ഏതാണോ ആഡ് ചെയ്യേണ്ടത് അത് നോക്കി ചെയ്യുക. എന്ന് വെച്ചാൽ ടിക്ക് കൊടുക്കുക. പിന്നെ നമ്മളെ സ്പീഡ് കണ്ടില്ലേ, ഇപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ എത്ര സ്പീഡ് വേണം, ഇനി സ്പീഡ് എത്ര കുറയ്ക്കണം, അതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വെക്കാൻ പറ്റും. അതല്ല ഇനി നമ്മുടെ രീതിയിൽ നമുക്ക് ഒരു പോർഷൻ നോക്കി അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ കർവ് ഈ രണ്ടാമത്തെ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യുക, അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ട് നമ്മളിവിടെ ഈ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുക. താഴത്തുള്ള നമ്മൾ ഈ സെൻറ്ററിൽ കാണുന്ന ഈ പ്ലസ്സിൽ ഇത് നീക്കി വെച്ചതിന് ശേഷം നമുക്ക് എവിടേക്കാണോ സ്പീഡ് കൂട്ടുന്നത് അതിനനുസരിച്ച് നമുക്ക് അങ്ങനെ താത്തിയും പൊന്തിച്ചും കുറച്ചൊക്കെ അങ്ങനെ വെക്കാം കേട്ടോ. അതിന് ശേഷം നമ്മളിങ്ങനെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണിച്ചു തരും നമ്മുടെ സ്പീഡ് പോകുന്നതും അതേപോലെ സ്പീഡ് കുറഞ്ഞ് വരുന്നത്. അങ്ങനെ നമുക്ക് പല ഇതിലായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ. ഇപ്പോൾ അവിടെ ഒരു പ്ലസ് കൊടുത്തിട്ട് ഞാൻ ലേശം താത്താണ്, അപ്പോൾ ഇവിടെ സ്ലോ ആയിട്ട് വരുന്നതുകൊണ്ട് കണ്ടോ, അപ്പോൾ സ്ലോ ആയി. അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മുടെ രീതിക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യാനും പറ്റും കേട്ടോ. അതിന് ശേഷം നമ്മൾ ടിക്ക് കൊടുത്താൽ മതി. പിന്നെ അത് ആനിമേഷൻ. ഈ ആനിമേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ഫസ്റ്റ് കാണുന്ന എന്ന് കണ്ടോ, ഇന്ന് പറയാൻ നമ്മൾ തുടങ്ങുന്ന ഭാഗത്ത് നമുക്ക് ഒരു ഇതേപോലെ ഒരു ആനിമേഷൻ വേണം. അപ്പോൾ ഞാനിത് ഇങ്ങനെ കൊടുത്ത് അതേപോലെ നമ്മളിത് എൻ്റെ തീരുന്ന ഭാഗത്ത് ഔട്ട് എന്നുള്ളത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഇതേപോലെ പല ഇതിലുള്ള പോർഷനിലുള്ളുണ്ട്, അതിലേതെങ്കിലും വേണമെങ്കിൽ നമുക്ക് വെച്ച് കൊടുക്കാം. അതല്ല ഇനി രണ്ടും ഒരേ ടൈമിലായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മൂന്നാമത്തെ കോംബോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരേ ടൈമിൽ തന്നെ നമുക്ക് രണ്ടും ഒരു ഇതിലായിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, അന്നേരം അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിലും കുറേ ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമ്മളെ ക്രോപ്പ്, നമുക്ക് ഈ ക്രോപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ പിക്ചർ ഇനി കട്ട് ചെയ്തിട്ട് എത്ര വേണം വെക്കണോ അങ്ങനെയുള്ളതൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. നോക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. കട്ട് ചെയ്യണമെങ്കിൽ ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്തിട്ട് ഒഴിവാക്കുകയും ചെയ്യാം. പിന്നെ നമ്മളെ ഈ HD ഇല്ലേ, അത് നമുക്ക് ഈ ഇതിൽ കിട്ടില്ല. അത് നമ്മളെ ഈ ഫോട്ടോ ഒക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്തുള്ള ഇതിന് മാത്രമേ കിട്ടൂ. നമ്മുടെ വീഡിയോയ്ക്ക് ഇത് HD ആയിട്ട് കിട്ടുന്നതല്ല. പിന്നെ ഈ കട്ടൗട്ട്, ഇതിലിപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ എന്താ പറയുക, അത് ഒരു പിക്ചറിൽ ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ കാണുന്നതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കട്ടൗട്ടും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്കിനി നമ്മുടെ ഓഡിയോയ്ക്ക് വോയിസ് എഫക്റ്റ് കൂട്ടണമെങ്കിൽ ഇതാ നമുക്ക് പല സൗണ്ടിലുള്ള
ഇതുണ്ട്. നമ്മൾ കൊടുക്കുന്ന വോയിസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ഇതേപോലെ ഇങ്ങനെ സൗണ്ട് മാറ്റാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെക്കാത്തതുകൊണ്ടാണ് കേൾക്കാത്തത്. പിന്നെ ഇനി ഇതേപോലെയുള്ള ഈ ഏരിയയിൽ ഇത്രയുള്ള ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ ടച്ച് ചെയ്തതിന് ശേഷം ഡ്യൂപ്ലിക്കേറ്റ് ഇതേപോലെ ഒന്നുകൂടി എടുക്കണമെന്നുണ്ട്. നമ്മൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് അത് ഈ പോർഷനിൽ ഒന്നുകൂടി ഇവിടെ സെറ്റായി വരുന്നതാണ്. ഇനിയിപ്പോൾ അത് വേണ്ടെന്ന് വെക്കുകയാണെങ്കിൽ അതിൽ ടച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഡിലീറ്റ് കൊടുത്താൽ മതി. നോക്കി കഴിഞ്ഞിട്ട് ഡിലീറ്റ് വിടുന്നുണ്ട്, ആ ഡിലീറ്റ് കൊടുത്താൽ മതി. അപ്പോൾ അത് ഒഴിവായി കിട്ടും. പിന്നെ റൊട്ടേറ്റ്, നമുക്ക് ഇതിൽ ടച്ച് ചെയ്തിട്ട് നമുക്ക് ഇത് റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ റൊട്ടേറ്റ് എങ്ങനെ വേണമെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഫ്ലിപ്പ് നേരെ ഓപ്പോസിറ്റായി കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതിന് ശേഷം ടിക്ക് കൊടുക്കുക. പിന്നെ നമുക്കിനി റിവേഴ്സ് സെറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെ ടൈമർ ആകുന്നതാണ്. നമ്മൾ ആ റിവേഴ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ച് ടൈം ആകുന്നതാണ്. അപ്പോൾ ആ ടൈം ആയതിന് ശേഷം മാത്രമേ അത് ഓപ്പൺ ആക്കാൻ പറ്റൂ. അപ്പോൾ അത് സമയം എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ള നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള അറിയാനുള്ള കാര്യങ്ങൾ മെയിനായിട്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ അറിയോ, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് നമുക്ക് ഇവിടെ ഇൻഷോട്ടിൻ്റെ ഈ താഴെ നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്നതുണ്ടോ, അതിനകത്ത് നമ്മുടെ ഇൻഷോട്ടിൻ്റെ ഒരു വാട്ടർ മാർക്ക് കാണാം. ആ മാർക്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ടച്ച് ചെയ്തതിന് ശേഷം ഫ്രീ റിമൂവ് എന്ന് പറഞ്ഞതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ജസ്റ്റ് ഒരു പരസ്യം വരുന്നതായിരിക്കും. ആ പരസ്യം വന്നു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ നമുക്കൊരു പരസ്യം വരുന്നതാണ്. അപ്പോൾ ആ പരസ്യം വരാതെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ആ സമയത്ത് എല്ലാം എഡിറ്റ് ചെയ്തൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നെറ്റ് ഓഫ് ആക്കിയിട്ട് നമ്മൾ ആ ഫ്രീ റിമൂവ് കൊടുത്താൽ മതി. അപ്പോൾ പരസ്യം വരുന്നതല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻഷോട്ടിലൊരു വീഡിയോ കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്ത് ഒക്കെ പഠിക്കാം കേട്ടോ. നമ്മളിതെല്ലാം ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഫൈനലി നമുക്ക് ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിൽ കാണാം എക്സ്പോർട്ട് എന്ന് കാണുന്നില്ലേ, ഈ എക്സ്പോർട്ടിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. എക്സ്പോർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൊല്യൂഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ യൂട്യൂബിലൊക്കെ നമ്മൾ 1080 തന്നെയാണ് വെക്കുന്നത് കേട്ടോ. അതേപോലെ ഫ്രെയിം റേറ്റ് 30 FPS ആണ്, ഫോർമാറ്റ് MP4. പിന്നെ ഇത് നമുക്ക് വേറെ ഇതിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ 2K ചെയ്യാം, അല്ല 4K ആണെങ്കിൽ 4K വെക്കാം, അതല്ല 720 പിക്സലാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഏതാണ് നമുക്ക് വേണ്ടത്, നമ്മുടെ യൂട്യൂബിലൊക്കെ അധികം ആളും 1080 ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു ഫ്യൂച്ചറിൽ നമ്മൾ സെറ്റാക്കിയതിന് ശേഷം നമ്മളിവിടെ എക്സ്പോർട്ട് കൊടുത്താൽ മതി. എക്സ്പോർട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ചിലപ്പം ഒരു പരസ്യം വരും. പരസ്യം വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, പരസ്യം വന്നതിന് ശേഷം അത് കട്ട് ചെയ്തിട്ട് ഇതാക്കിയാൽ മതി. അന്നപ്പോൾ വന്നതിന് ശേഷം ഇവിടെ ഇങ്ങനെ അത് കംപ്ലീറ്റ് ആയി സേവ് ആയി കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇൻഷോട്ടിൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റുകളിലൂടെയുള്ള വലിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, അതേപോലെ ലൈക്ക് കൂടി ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ചെയ്യാത്തവരാണെങ്കിൽ. അതേപോലെ നല്ല നല്ല വീഡിയോകൾ വീണ്ടും വരുന്നതായിരിക്കും.